നാട്ടിലോട്ട് വരുന്ന ടൈമിന് ട്രെയിനിലിരുന്ന് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ ഇത്. ഇതുവരെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നാട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ക്ലീനിങ് ഒത്തിരി പണികളുണ്ട്. അത് പോയിട്ട് ചക്ക മാങ്ങ ഇതെല്ലാം കുറേ നാളുകൊണ്ട് കിട്ടാതിരുന്നിട്ട് വരുന്നതല്ലേ. ആ സമയത്തുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഓരോ റെസിപ്പീസ് പരീക്ഷണം ഇതൊക്കെയാണ് ഈ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കേട്ടോ. അത് കഴിയുമ്പോൾ താനേ വർക്കുകളെല്ലാം സ്റ്റാർട്ടായിക്കോളും. അതായത് ഹെഡും ഇതിൻ്റെ ഹെയർ എല്ലാം കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ലെഗ് ഒരെണ്ണം കംപ്ലീറ്റ് ആയി, 2 കൈ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെഗ് ചെയ്യണം. കണ്ടോ, ഒരു ലെഗ് ഓക്കെ ആണേ. ഓരോ ദിവസവും ഇത് കുറച്ച് കുറച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആവാതിരിക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്തൊരു പണിക്ക് പോവുകയാണ് കേട്ടോ. ചക്ക കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ എന്നാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു കേക്കാണ് കേട്ടോ. ഞാനിതുപോലെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ഒപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ഗ്ലാസ് ഷുഗർ എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചക്ക കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ടയും കൂടെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. 2 മുട്ട തന്നെ ഫോർക്ക് കൊണ്ടാണ് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ആ സമയം ഞാനിത് ഓവനിലല്ലാത്തത് കൊണ്ട് ഓവൻ സെറ്റപ്പ് നമ്മുടെ ഈ പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ 2 മുട്ട നല്ലപോലെ അടിച്ച് പതപ്പിച്ച ശേഷം അതിലോട്ട് ഈ ഷുഗറും കൂടെ തട്ടി ഒന്നുകൂടെ അടിച്ച് പതപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ്സിന് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. 1.5 ഗ്ലാസ് അതുപോലെ മൈദ കൂടെ ആഡ് ചെയ്ത് ഒന്നിച്ചുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് കാജു കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച് ഈ ചക്ക കൂടെ ആഡ് ചെയ്ത് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത് എളുപ്പ പണിയാണ്. ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സോഡാ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതേ കണക്കിന് നല്ലപോലെ മിക്സ് ചെയ്ത് കേക്ക് ബേസിലോട്ട് വെച്ച് കൊടുക്കുവാണേ. ഇനി പാത്രത്തിനകത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് കുറേ ആകുമ്പോഴത്തേക്ക് എനിക്ക് കേക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടോ, ഞാൻ അടുത്ത ലെഗാണ് ചെയ്ത് തുടങ്ങിയത്. ഇത്ര ആയപ്പോഴത്തേക്കാണ് എനിക്ക് കേക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് അവിടെ വെച്ചിട്ട് പിന്നെ കേക്കിൻ്റെ പുറകെയായി. ഇത് കണ്ട ലെഗ് എന്ന് തോന്നത്തില്ലല്ലേ. ഇത് ശരിക്കും ഇങ്ങനെയാണ് ലെഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് കോട്ടണൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു വർക്കാണേ. കണ്ടോ, കേക്ക് നല്ല സുന്ദരമായിട്ട് ഇവിടെ കേക്ക് റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞ ശേഷമുള്ള പരിപാടികൾ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.